ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഓണത്തിൻ്റെ പ്ലാൻസ് ഒക്കെ തുടങ്ങിയോ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഓണം പായസമാണ്. അപ്പോൾ നമുക്ക് ഉമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പയർ പായസമാണ്. അതിനായിട്ട് ഒരു 250 ഗ്രാം ചെറുപയർ പരിപ്പെടുത്തിട്ടുണ്ട്. ഇത് തൊലിയില്ലാത്തതാണ്. നിങ്ങൾക്ക് തൊലിയുള്ളത് വേണമെങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രഷർ കുക്കറിലോട്ടിട്ട് ഒരു വിസിൽ കേൾക്കുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു വലിയ പാൻ അടുപ്പത്തോട്ട് വെച്ച് സേമിയ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതൊരു 350 ഗ്രാം പാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനായിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് സേമിയ ഇട്ട് ഒന്നൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഇതിനകത്ത് ഞാൻ ചൗവരി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഈ പയറും കൂടെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല കുറുകിയ പായസമായിരിക്കും. ഇപ്പം നല്ല ഗോൾഡൻ കളറായിട്ട് സേമിയ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. ഇതൊരു 2 തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് 2ാം പാലാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. ഇത് ഒഴിച്ച് നന്നായിട്ട് തിളച്ച് ആ സേമിയൊക്കെ ഒന്ന് വേകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സേമിയ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു 6 ഏലക്ക ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ശർക്കരയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതൊരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉരുക്കിയെടുത്തതാണ്. ഇത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളൊന്നൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ആ സേമിയയിൽ നല്ല മധുരമൊക്കെ എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓണത്തിന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പായസം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പായസം ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മളുടെ സേമിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചെറുപയറാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ നല്ല കുറുകിയ ഒരു പായസമാണ് ഇല്ലേ ശിശു? ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 2 തേങ്ങയുടേതാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് പശുവും പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഇതൊരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാലും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ റെസിപ്പി ഉമ്മാക്ക് കിട്ടിയത് നമ്മളുടെ ഗൾഫിലൊരു ഉമ്മയുടെ ഒരു ഫ്രണ്ടായിരുന്നു പറഞ്ഞു കൊടുത്ത ഒരു ആൻറ്റി. അപ്പം നിങ്ങളെല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇല്ലേ ശിശു? ഇത് അടിപൊളി പായസമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് മധുരം കുറവായതുകൊണ്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പം നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കണം. ഇതിനായിട്ട് ഒരു പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. നമ്മളിപ്പോൾ കുറച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് നട്ട്സ് ഫ്രൈ ചെയ്യാം. നട്ട്സ് ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഇതെല്ലാം കൂടി നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പായസം റെഡി ആയി കഴിയും. അപ്പം നട്ട്സും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കിസ്മിസും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കിസ്മിസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ പായസത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുള്ളത്, നമ്മളുടെ ഡിലീഷ്യസ് പായസം റെഡിയാവുന്ന വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി അടുത്തത് ശീശും പത്തവും കൂടെ നമ്മളുടെ പായസവും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെരി ടേസ്റ്റി. അപ്പം ഞാനും പത്തവും പറഞ്ഞ പോലെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മളുടെ ഒരു സ്പെഷ്യൽ ഓണം വിഷസ്. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം. ബൈ.